ഇന്നലെ വാഗമണ്ണ് പോയിട്ടുണ്ടായിരുന്നു. വാഗമണ്ണ് പോകുമ്പോൾ അവിടെ ഏക്കർ കണക്കിന് കാണുന്നൊരു സാധനമാണ് ഇത്. ഇതെന്താണെന്നറിയോ? ഇതാണ് തേയില. തേയിലയുടെ കിളുന്തേല. ഇതാണ് നമ്മൾ തേയില പൊടിയാക്കാൻ യൂസ് ചെയ്യുന്ന സാധനം. മൂത്തേലയൊന്നും യൂസ് ചെയ്യില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ ഏക്കർ കണക്കിന് കണ്ടുകൊണ്ട് ഞാൻ ആളോട് ചോദിച്ചു, അവിടെ നിന്നൊരാളോട് ചോദിച്ചു, ഇത് പറിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു, ഇല്ല പ്രശ്നമൊന്നുമില്ല, ഇത് കുറച്ച് പറിച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ലെന്ന്. അപ്പം നമ്മൾ കുറച്ചധികം എന്ന് പറഞ്ഞാൽ ഒരു 2 പിടി അത്രയൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. കാരണം കൈ പിടിച്ച് കൊണ്ടുവരണമല്ലോ. കുറച്ച് കയ്യിൽ വെക്കാൻ നമ്മുടെ ഈ കവറോ ബാഗോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ പിടിക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് ഒരു 2 പിടിയോളം നമ്മൾ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണക്കി പൊടിച്ച് ചായ ഇട്ട് കുടിക്കും. കാരണം കടയിൽ നിന്ന് വാങ്ങിക്കുന്നതല്ലാതെ നമുക്ക് ഇന്നേ വരെ ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള സാധനം കിട്ടി നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അപ്പം ഇനിയുള്ള പരിപാടി എന്ന് പറയുമ്പം ഇത് ഉണക്കി പൊടിച്ചെടുക്കുക. ഓവനിലായിരിക്കും ഇത് ട്രൈ ചെയ്യുന്നത്. പിന്നെ ഇത് തിളപ്പിച്ച് കഴിയുമ്പോൾ ഇനി ഏത് കളർ വരും, ടേസ്റ്റ് എന്നാ വരും, കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുമോ, അങ്ങനെയുള്ള എല്ലാ കാര്യവും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഗൈസ്. ഓരോ ഇലയും കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇത് വാടി വന്നപ്പോൾ ഇച്ചിരി ഉള്ളൂ, ആ കണ്ടത്രയും പോലും ഇല്ല. പക്ഷേ അത്യാവശ്യം വാട്ടമൊക്കെ വന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വേറെ കുറച്ച് പരിപാടി ഉണ്ട്. കാരണം ഇത് ന്യൂസ് പേപ്പറിനകത്ത് ഇട്ടിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് ഇതൊന്ന് ഉണങ്ങിക്കഴിഞ്ഞിട്ട് വേണം ഇതൊന്ന് ഉരുട്ടിയെടുക്കണം. ഉരുട്ടിയെടുത്തതിന് ശേഷം ആണ് ബാക്കി പരിപാടി. ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന്, ഒന്നീ ഗ്രീൻ ടീ ആക്കണം, അല്ലെങ്കിൽ സാധാരണ ചായപ്പൊടി ആക്കണം. ഞാൻ ചെറുതായിട്ടൊന്ന് കൺഫ്യൂഷൻ ആയിരുന്നു, നോർമൽ തേയിലപ്പൊടി തന്നെ ഉണ്ടാക്കണോ. പിന്നെ ഞാൻ ഓർത്ത് നോർമൽ തേയിലപ്പൊടി നമുക്കിപ്പം പെട്ടെന്ന് ഒന്ന് കടയിൽ നിന്നാണെങ്കിലും കിട്ടും. പക്ഷേ ഗ്രീൻ ടീക്ക് ഭയങ്കര റേറ്റുമാണ്. അപ്പോൾ ഗ്രീൻ ടീ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ റോൾ ചെയ്യുന്നതിൻ്റെ കാര്യം ഞാൻ ജസ്റ്റ് ഗ്രീൻ ടീ ആക്കാമെന്ന് വിചാരിച്ച ടൈമിൽ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഇങ്ങനെ റോൾ ചെയ്യുന്ന ഒരു കാര്യം പ്രോസസ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോസ് എല്ലാം കണ്ടിട്ടാണ് ഇങ്ങനെ ജസ്റ്റ് റോൾ ചെയ്യുന്നത്. അത് ആ ഇല അങ്ങ് കുറച്ചൊന്ന് എന്താ പറയണ ഒന്ന് ചുരുണ്ട് കിട്ടും. അത് ആ ഒരു ടൈമിൽ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുമ്പോൾ വലിയ പണിയൊന്നുമില്ല. ഓൾറെഡി നമ്മളത് അപ്പച്ചമ്പി വെച്ച് ആവി കയറ്റിയിട്ട് പിന്നെ അതിൻ്റെ വെള്ളമൊക്കെ വലിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ വെക്കുന്നത്. പിന്നെ ഇത് ഞാൻ വെയിലത്ത്, ഇപ്പോൾ വെയിൽ ഭയങ്കര കുറവായതുകൊണ്ട് വെയിലത്ത് ഞാൻ വെച്ചില്ല, ഞാൻ ഓവനിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് ചൂടാക്കിയെടുത്തത്. പക്ഷേ ഇത് ആയി വരുമ്പോൾ ഉണ്ടല്ലോ ഒരു ശകലേ കാണത്തുള്ളൂ. ഇത് കഴിഞ്ഞിട്ടുള്ള കാണിച്ചു തരാം. കണ്ടോ, ഇത് ഒരു ഇച്ചിരി പോണേ നമുക്ക് കിട്ടത്തുള്ളൂ, അത്രയോ ഇലയെന്ന്. പിന്നെ അത് തിളപ്പിച്ച് നോക്കിയപ്പോൾ ആദ്യമേ ഇടുമ്പോൾ ആ രീതിയിലായിരിക്കും. പിന്നെ കുറച്ചുകൂടി കഴിയുമ്പം ആ ഇല ഇങ്ങനെ വീർത്ത് വരും. പിന്നെ ആ കളറ് മൊത്തവും അതിനകത്ത് ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രീൻ ടീ കിട്ടും. കറക്റ്റ് ഗ്രീൻ ടീ കേട്ടോ. ഇത് ഞാൻ കുറച്ച് ഇല കൂടുതൽ ഇട്ടുകൊണ്ട് ചെറിയ കയ്പ്പ് പോലും ഉണ്ടായിരുന്നു. അല്ലാതെ ഇത് നോർമൽ കുടിക്കുന്ന പക്ക ഹെൽത്തി സാധനം. കടയിൽ നിന്ന് മേടിച്ച് കുടിക്കുന്നത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് കുടിക്കുന്നത് തമ്മിൽ ഭയങ്കര ഡിഫറൻസാണ്. കടയിൽ നിന്ന് മേടിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരിത്, പക്ഷേ നമ്മൾ വീട്ടിൽ ചെയ്തിട്ട് കുടിക്കുന്ന ടൈമിൽ നമുക്ക് പ്രത്യേക ഒരു സന്തോഷം, ചെറിയൊരു സന്തോഷം.